ഗ്രാമപഞ്ചായത്ത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം സ്നേഹസംഗമം 2026 MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പാലിയേറ്റീവ് അംഗങ്ങൾക്കും സ്റ്റാഫിനും ചടങ്ങിൽ ആദരവ് നൽകി. രോഗികൾക്കുള്ള ഭക്ഷണ കിറ്റുകളും സ്നേഹസംഗമത്തിൽ വിതരണം ചെയ്തു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമം 2026 MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിലെ ഈ ബ്ലോക്ക് ക്രമീകരിച്ചു വരുന്ന വിവിധ മേഖലകളിലുള്ളവരെ, പാലിയേറ്റീവ് രംഗത്തുള്ള വ്യക്തികൾ, പാലിയേറ്റീവ് പരിചരണം ലഭിക്കുന്നവർ, അങ്ങനെയുള്ളവരുടെയും അവരുടെ ബന്ധുക്കളുമൊക്കെയായി ബന്ധപ്പെട്ടുള്ളൊരു സ്നേഹ കൂട്ടായ്മയാണ് ഇന്നിവിടെ നടത്തുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പരിപാടികൾ നമുക്ക് നടത്താനും നമ്മുടെ എല്ലാ മേഖലയിലും ഉള്ളവരെ ചേർത്ത് നിർത്താനും എടുക്കുന്ന ഈ ഉദ്യമം അത് ഏറെ ശ്ലാഘനീയമായ ഒന്ന് തന്നെയാണ്. പാലിയേറ്റീവ് രംഗത്ത് നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു മേഖലയും പാലിയേറ്റീവ് രംഗം തന്നെയാണ്. പാമ്പാക്കുട ഗ്രാമീണ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീല ബാബു അധ്യക്ഷത വഹിച്ചു. മരുന്നുകൊണ്ട് മാത്രം അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവരുടെ മനസ്സിന് സന്തോഷവും അവരും പുറംലോകം കാണുകയും അവരുടെ ആഹ്ലാദകരമായ ഒരു ദിവസം സമ്മാനിക്കുന്നതിന് വേണ്ടിയാണ് ഈ പാലിയേറ്റീവ് ദിനം നമ്മളിപ്പോൾ ഇവിടെ ആചരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെവിൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. രോഗി പരിചരണത്തിനുള്ള മരുന്നുകളുണ്ട്, അതുപോലെ മറ്റ് അഡൾട്ട് ഡയപ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള വലിയൊരു കാര്യം ചെയ്യുന്നുണ്ട്. അപ്പം ഇവർ മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഇവർ ജീവിച്ചിരുന്നത്, അതിൻ്റെ അകത്ത് ഒത്തിരിയേറെ വ്യത്യാസമുണ്ട്. നമുക്കൊരു മൂവ്മെൻറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം തന്നെ ആ ഒരു വഴിയിലേക്ക് മാറുകയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അവരെയും കൂടെ നമ്മുടെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ദൗത്യമാണ്. മുതിർന്ന പാലിയേറ്റീവ് അംഗങ്ങളെയും പാലിയേറ്റീവ് സ്റ്റാഫിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ശേഷം രോഗികൾക്കുള്ള ഫുഡ് കിറ്റ് വിതരണവും നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശിഷ് മാങ്കൂട്ടത്തിൽ, പഞ്ചായത്ത് സെക്രട്ടറി VG രഞ്ജിത്ത്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്യാമള പ്രസാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമോൾ ജോയി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻസു പൗലോസ്, രാജൻ MC, രമ സുരേഷ്, റീജമോൾ ജോബി, ഷീനാമോൾ MP, അല്ലി ദിനേശ്, അനുമോൾ KP, CB രാജീവ്, സിൻസി പൗലോസ്, അനന്ത പത്മനാഭൻ, ആതിര M അജിത്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശ S രാജൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ആര്യ വിജയൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് RK ഡാൻസ് ആൻഡ് മ്യൂസിക് ടീമിന്റെ മിനി ഗാനമേളയും പാലിയേറ്റീവ് അംഗങ്ങളുടെയും സ്റ്റാഫിന്റെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.